സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. ആദിപരാശക്തിമാതാ കീ ജയ്. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർക്കാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായം പറഞ്ഞ് നമ്മൾ ഇന്നലെ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. അടുത്തതായിട്ട് 12-ാമത്തെ അധ്യായം ഇന്നു മുതൽ തുടങ്ങുന്നു. ത്രിശങ്കുവിൻ്റെ സ്വർഗവാസം എന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. ഏവം പ്രബോധിത പിത്രാ ത്രിശങ്കു പ്രണതോ നൃപ തഥേതി പിതരം പ്രാഹ പ്രേമഗദ്ഗദയാ ഗിര. ഇങ്ങനെയൊക്കെ ഇതാ തൻ്റെ പിതാവായിട്ടുള്ള അരുണൻ ഉപദേശിച്ചത് കേട്ട ത്രിശങ്കു അല്ലെങ്കിൽ സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവ് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പിതാവിനോട് സത്യം ചെയ്തു. മന്ത്രജ്ഞരും വേദശാസ്ത്ര പണ്ഡിതന്മാരും ബ്രാഹ്മണരെയും ഒക്കെ വിളിച്ച് തൻ്റെ പുത്രനെ രാജാവാക്കാൻ അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. സർവ്വതീർത്ഥങ്ങളിൽ നിന്നും രാജാവ് ജലം കൊണ്ടുവന്ന് മറ്റുള്ള രാജാക്കന്മാരെയും ജനങ്ങളെയും എല്ലാം ക്ഷണിച്ചു വരുത്തി ശുഭദിനത്തിലെ ശുഭമുഹൂർത്തത്തിലെ വേദമന്ത്ര ജപങ്ങളോടുകൂടി വിധിയാം വണ്ണം ആ പുത്രനെ ആസനത്തിൽ ഇരുത്തി വിധിപൂർവം രാജാവായി അഭിഷേകം ചെയ്തു. പിതാവായിട്ടുള്ള ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള അരുണൻ എന്നിട്ട് സ്വന്തം ഭാര്യയോടൊപ്പം പുണ്യമായിട്ടുള്ള ആ വാനപ്രസ്ഥം എന്ന ആശ്രമം സ്വീകരിച്ചുകൊണ്ട് ഗംഗാതീരത്തുള്ള വനത്തിൽ തീവ്രമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചു. യഥാകാലം ദേവിയെ ഭജിച്ച് ദേവന്മാരാൽ പൂജിതനായി അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് ആ കഥ അവിടെ അവസാനിപ്പിച്ചു. കഥ കേട്ടുകൊണ്ടിരുന്ന ജനമേജയൻ വീണ്ടും തൻ്റെ സംശയങ്ങളെ ചോദിക്കണു. നേരത്തെ അങ്ങ് സാന്ദർഭോചിതമായി പറഞ്ഞുവല്ലോ, സത്യവ്രതൻ ഗോവിനെ വധിച്ചതുകൊണ്ട് വസിഷ്ഠനാൽ ശപിക്കപ്പെട്ടു എന്ന്. ക്രോധനായ ഗുരു ശപിച്ച് പിശാചത്വം പ്രാപിച്ചവൻ എങ്ങനെ ആ പിശാചത്വത്തിൽ നിന്ന് മുക്തനായി എന്നാണ് എൻ്റെ സംശയം. ശാപം ലഭിച്ചവൻ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യൻ അല്ലല്ലോ. മറ്റെന്ത് കർമ്മം ചെയ്തിട്ടാണ് വസിഷ്ഠൻ അദ്ദേഹത്തെ ശാപവിമുക്തനാക്കിയത്? ശാപമോക്ഷത്തിന് കാരണം എന്തായിരുന്നു എന്ന് വിശദമായിട്ട് പറയണം. കുലഗുരുവാൽ തന്നെ ശപിക്കപ്പെട്ടതായിട്ടുള്ള സത്യവ്രതനെ, പിശാചത്വമുള്ളവനെ പിതാവ് എങ്ങനെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് തൻ്റെ ഉത്തരാദിത്വം കൊടുത്ത് രാജാവാക്കി അഭിഷേകം ചെയ്തു എന്നുള്ള സംശയങ്ങളെയാണ് ഇവിടെ ജനമേജയൻ വ്യാസനോട് ചോദിക്കുന്നത്. ഉത്തരമായി കൊണ്ട് വ്യാസൻ പറയാൻ തുടങ്ങുന്നു. വസിഷ്ഠേന ച ശപ്തോസൗ സദ്യ പൈശാചതാംഗത ദുർവേഷശ്ചാധിദുർധർഷ സർവലോകഭയങ്കര. വസിഷ്ഠൻ ശപിച്ച ഉടൻ പിശാചത്വം പ്രാപിച്ച അദ്ദേഹം സർവ്വലോകരും ഭയപ്പെടുന്ന മാതിരി അതിഘോരമായിട്ടുള്ള വികൃതമായിട്ടുള്ള രൂപം പൂണ്ടു. അപ്പോൾ ആ വസിഷ്ഠൻ ശപിച്ച് കഴിഞ്ഞ ആ സത്യവ്രതൻ്റെ കഥയിലേക്കാണ് പിന്നീട് ഫ്ലാഷ് ബാക്കായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കണം. ആ ത്രിശങ്കുവിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുപോകണം. സത്യവ്രതൻ ഭക്തിപൂർവം ദേവിയെ ഉപാസിച്ചപ്പോൾ പ്രസന്നയായി തീർന്ന ദേവി അവന് വേഗം ദിവ്യദേഹം നൽകി. അദ്ദേഹത്തിൻ്റെ പിശാചത്വം പോയി, പാപങ്ങളെല്ലാം ഒടുങ്ങി. ദേവിയുടെ കൃപ നിമിത്തത്താൽ അദ്ദേഹം പാപരഹിതനും അതിതേജസ്വനുമായി തീർന്നു.
പരാശക്തിയുടെ പ്രസാദത്താൽ വസിഷ്ഠനും പ്രസന്നചിത്തനായി. ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ പിതാവും സ്നേഹമുള്ളവനായിട്ട് ഭവിച്ചു. പിതാവ് മരിച്ചപ്പോൾ ധർമാത്മാവായ അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുത്ത് വിവിധ യജ്ഞങ്ങൾ കൊണ്ട് സനാതനമായ മഹാദേവിയെ യജിച്ചു. അദ്ദേഹത്തിന് ഹരിശ്ചന്ദ്രൻ എന്ന ഒരു പുത്രനുണ്ടായി. അതിസുന്ദരനും ശാസ്ത്രനിർദ്ദിഷ്ടനുമായ ലക്ഷണങ്ങളുമുള്ളവനായിരുന്നു ആ ഹരിശ്ചന്ദ്രൻ. പുത്രനെ യുവരാജാവാക്കിയിട്ട് മനുഷ്യദേഹത്തോടെ സ്വർഗത്തേക്ക് ചെന്ന് സുഖിക്കണമെന്ന് ത്രിശങ്കു മഹാരാജാവ് ഒരാഗ്രഹം മനസ്സിൽ അദ്ദേഹത്തിനുണ്ടായി. രാജാവ് വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ പ്രതിപ്രകാരം നമസ്കരിച്ച് സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു: ഹേ ബ്രഹ്മപുത്ര, ഹേ ഗുരു, അങ്ങക്ക് എല്ലാ മന്ത്രങ്ങളും എല്ലാം അറിയുന്നവനാണല്ലോ, മഹാതപസ്വിയാണല്ലോ. ഞാൻ പറയുന്നതിന് ഒന്ന് കേൾക്കാൻ ദയവുണ്ടാകണം. എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. സ്വർഗലോക സുഖം അനുഭവിക്കണം എന്നാണ് ഇപ്പോഴെൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഈ ശരീരം കൊണ്ട് തന്നെ അമാനുഷഭോഗങ്ങൾ അനുഭവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്സരസുകളോടൊത്ത് വസിക്കണം, നന്ദനവനത്തിൽ വിഹരിക്കണം, ദേവഗന്ധർവന്മാരുടെ മധുരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ കേൾക്കണം. ഈ ശരീരത്തോടെ സ്വർഗത്തെ എങ്ങനെ വസിക്കാൻ കഴിയുമോ അത് നേടാനുള്ള യാഗം കൊണ്ട് എന്നെ യജിപ്പിച്ചാലും അങ്ങ് അതിനൊക്കെ സമർത്ഥനാണ്. എൻ്റെ കാര്യം നിറവേറ്റിത്തരണം. യാഗം ചെയ്ത് ദുഷ്പ്രാപമായ ദേവലോകത്തെ എന്നെ എത്തിക്കണം എന്ന് പറയാം. സംഭവം ചുരുക്കി പറഞ്ഞാൽ, വാസ്തവത്തിൽ ശരീരം, പാഞ്ചഭൗതികമായിട്ടുള്ള ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവാണ് ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നത്, സ്വർഗത്തിലേക്ക്. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതല്ല. എപ്രകാരമാണോ ഈ ഭൗതിക ശരീരം വെച്ചുകൊണ്ട്, സ്ഥൂല ശരീരം വെച്ചുകൊണ്ട് ഈ ഭൂമിയിലെ സുഖദുഃഖാദികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുമാതിരി ഈ ശരീരത്തോടുകൂടി സ്വർഗത്തിൽ പോയിട്ട് ഈ ശരീരം വെച്ചുകൊണ്ട് തന്നെ സ്വർഗാദി സുഖഭോഗങ്ങൾ അനുഭവിക്കണം. അപ്പോൾ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാൻ തക്കവിധം ഉള്ള ഒരു ഉപായം, ഒരു യജ്ഞത്തിലൂടെയോ മറ്റോ അത് സാധിപ്പിച്ചു തരണം എന്നാണ് തൻ്റെ കുലുഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് ചോദിക്കുന്നത്. ഇപ്രകാരം ചോദിച്ചത് കേട്ടപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു: രാജന്മാനുഷദേഹേന സ്വർഗേ വാസസ്സു ദുർലഭ മൃതസ്യ ഹി ധ്രുവം സ്വർഗഖദിത പുണ്യകർമ്മണ. ഹേ രാജൻ, മനുഷ്യ ശരീരത്തോടെ സ്വർഗത്ത് വസിക്കുക പ്രയാസമാണ്. പുണ്യകർമ്മം ചെയ്ത് മരിക്കുന്നവർക്കാണ് സ്വർഗം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയുടെ മനോരഥം ദുർലഭമാണ് എന്ന് മനസ്സിലാക്കിയാലും അപ്സരസ്സുകളോടൊത്ത് വസിക്കാൻ ജീവിച്ചിരിക്കുന്നവന് സാധ്യമല്ല. യജ്ഞങ്ങൾ ചെയ്തോളൂ, അതുകൊണ്ട് ഫലം പൂർണ്ണമായിട്ടുണ്ടാവും, അങ്ങയ്ക്ക് സ്വർഗം ലഭിക്കും. പക്ഷേ മരണത്തിന് ശേഷമായിരിക്കും ആ സ്വർഗം ലഭിക്കുക. യജ്ഞയാഗാദി പൂജകൾ, സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ പുണ്യം നേടി ഇഹലോകവാസം വെടിഞ്ഞ് പരലോകത്തിലേക്ക് പോകുമ്പോൾ നരകത്തിലേക്ക് പോകാതെ അത് സ്വർഗത്തിൽ പോകാനും സ്വർഗാദി അനുഭൂതികളെ അനുഭവിക്കാനും കാരണമായിട്ട് തീരും. അതുകൊണ്ട് യജ്ഞയാഗങ്ങളെല്ലാം അങ്ങ് ചെയ്ത് ആ പുണ്യങ്ങളെ സമ്പാദിച്ചുകൊണ്ട് മരണശേഷം ഇഹലോകവാസം കഴിഞ്ഞതിന് ശേഷം പരലോകത്തിൽ സ്വർഗാനുഭൂതികളെ അനുഭവിക്കാം. ഇങ്ങനെയാണ് വസിഷ്ഠൻ ഉപദേശിക്കുന്നത്. ഏതായാലും പിന്നീട് എന്താണ് നടന്നത്? വസിഷ്ഠൻ്റെ ഉപദേശം കേട്ട രാജാവ് എന്താ ചെയ്തത് എന്നുള്ളതിനെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.